89.6 FM Sargakshetra. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രേമലൂലി എന്ന് പറഞ്ഞ മലയാളക്കരയുടെ സ്വന്തം അമൽ ഡേവിസ് ആണ്. സംഗീത് പ്രതാപ്, വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട്. താങ്ക് യു ജോ. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നത് സംഗീത് എന്ന് ഞാൻ പറയുന്നതിനേക്കാളും നല്ലതേ അമൽ ഡേവിസ് എന്ന് പറയുന്നതാണ്. അപ്പൊ അമൽ ഡേവിസേ, എന്നാണ് വിശേഷം? സുഖം. ഇപ്പൊ ഈ വിളി ശീലമായതുകൊണ്ട് സന്തോഷമാണല്ലേ? അപ്പൊ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി അമൽ ഡേവിസ് എന്ന് തന്നെയാണല്ലോ ഇപ്പൊ എല്ലാരും വിളിക്കുന്നത്. മെസ്സേജ് ആണെങ്കിലും ട്രോൾ ആയിക്കോട്ടെ, എന്തും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വിളി. പിന്നെ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമാണ് ആ വിളി കേൾക്കുമ്പോ. ആക്ച്വലി എന്റെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇത്രയും നാള് പല പേരുകളിലും വിളിച്ചിരുന്നവര് പോലും ഇപ്പൊ ഒറ്റ പേരിലേക്ക് എത്തി, അമൽ ഡേവിസ്. ഭയങ്കര സന്തോഷമാണ്. ഉറപ്പായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആ പേരും ആ രൂപവും എക്സ്പ്രഷനും എന്തൊക്കെ പറയാ, അത് മൊത്തത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അത് മാറ്റാൻ കുറച്ച് സമയം എടുക്കും മിക്കവാറും. അല്ല, മാറണ്ട, കുഴപ്പമില്ല. അങ്ങനെ കിടക്കട്ടെ എന്നല്ലേ? ഓക്കെ. അപ്പം എന്തുണ്ട് വിശേഷം ആക്ച്വലി ഈ ഒരു പ്രേമലു കഴിയുന്നു, അതിന്റെ സക്സസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, സക്സസ് പാർട്ടി സെലിബ്രേഷൻസ് ഫുള്ള്. ഇപ്പം നിലവിൽ എന്നാ ഉണ്ട് വിശേഷം? ആക്ച്വലി പ്രേമലു തന്നെയാണ് വിശേഷം. അതിന്റെ ഓരോ ദിവസവും ഓരോരോ അപ്ഡേറ്റ്സ് നോക്കുക, ബുക്ക് മൈ ഷോയില് എത്ര ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് നോക്കുക, ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓരോ രീതിയിലും പ്രേമലു റിലേറ്റഡ് ആയിട്ട് തന്നെ കണക്റ്റഡ് ആണ്. ഡിസ്കഷൻസും കാര്യങ്ങളും സന്തോഷവും ഇതൊക്കെ തന്നെയാണ്. മൊത്തത്തിലൊരു പ്രേമലുമായിട്ടാണ്. മൊത്തം ഇപ്പൊ ഒരു പ്രേമലു ആണല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ എന്തായാലും നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. ഇവൻ എത്ര വട്ടം കണ്ടു എന്നറിയത്തില്ല. ഓരോ വട്ടം കാണുമ്പോഴും ഇവൻ ഫിലിം തീരാൻ പോവാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു വിഷമം, അയ്യോ ആ ഒരു വേൾഡിൽ നിന്ന് ഇനി പുറത്ത് വരണമല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ആക്ച്വലി. ഇവൻ അമൽ ഡേവിസ് ആയിക്കോട്ടെ, സച്ചിൻ ആയിക്കോട്ടെ, റീനു ആയിക്കോട്ടെ, കാർത്തികയൊക്കെ ആയിക്കോട്ടെ, എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ സ്വന്തമായി, എസ്പെഷ്യലി നമ്മുടെ JK ഓൾസോ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് സിനിമയിലേക്ക് തന്നെ പോവാണെങ്കിലും നസ്ലിനുമായിട്ടുള്ള ഒരു റാപ്പോ അത് ഗംഭീരമാണ്. ഇവ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ 1987 ഇറങ്ങിയ സിനിമയാണ് നാടോടിക്കാറ്റ്. അതിനകത്ത് ദാസനും വിജയനെയും നമ്മൾ ഈ ഒരു വർഷക്കാലം വരെ നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് അവരുടെ, അല്ലേ? അപ്പം അതുപോലെ ഒരു സെലിബ്രേഷൻ മോഡിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സച്ചിനും അമൽ ഡേവിസും. അപ്പം ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു, നസ്ലിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? ആക്ച്വലി ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മള് ലെജൻഡ്സ് ആയിട്ട് കണ്ടവരെ വെച്ചിട്ട് ആളുകള് കമ്പയറെങ്കിലും ചെയ്യുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. ശരിക്കും നമ്മൾ അത്രയും ഡിസർവിംഗ് ആണോ എന്ന് പോലും അറിയില്ല. ബട്ട് സ്റ്റിൽ എവിടേക്കോ ആളുകൾക്ക് ഈ ജനറേഷനിലുള്ളവർക്ക് പ്രത്യേകിച്ചും അവരുടെ ഫ്രണ്ട്സിനെ പോലെ തോന്നുക, കണക്ട് ആവുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ റീസൺ ആക്ച്വലി ഞാനും നസ്ലിനും റിയൽ ലൈഫിലുള്ള ഒരു റാപ്പോ തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോ മമിതയൊക്കെ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ശരിക്കും സച്ചിനെ അമൽ ഡേവിസിനെയും പോലെ ആയി എന്ന് പറയുമായിരുന്നു. അപ്പോ നമ്മള് സംസാരിക്കുന്നതിനാണെങ്കിലും നമ്മള് ഷെയർ ചെയ്ത കാര്യങ്ങൾക്കാണെങ്കിലും ആ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. എത്തി. ആക്ച്വലി എനിക്ക് നെസ്ലിനെ അറിയായിരുന്നു. തണ്ണീർമത്തൻ തുടങ്ങിയ വെരി ഫസ്റ്റ് ടൈം തുടങ്ങി ഞാൻ അവനെ കാണുന്നത്. ഞാൻ ആ സമയത്ത് സ്പോർട്ട് എഡിറ്റർ ആയിരുന്നു. പിന്നീട് വന്നിട്ട് അവന്റെ ഓരോ ഗ്രോത്ത് ടൈമിലും നമ്മള് പല രീതിയിലും കാണുകയും പാർട്ടാവുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ പത്രോസിന്റെ വടപ്പോൾ എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ എഡിറ്റർ ആയിരുന്നു. അപ്പൊ അവൻ ആ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിലൊക്കെ അതിങ്ങനെ കണക്റ്റഡ് ആയിരുന്നു നമ്മൾ ഓരോ രീതിയിലും. പക്ഷെ ആക്ച്വലി പ്രേമലുവിൽ എത്തുന്നതിലൂടെ ആണ് ആക്ച്വലി അവൻ സംഗീതേട്ടെന്ന് അത്രയും നാള് വിളിച്ചിരുന്നത്. പടം തുടങ്ങിയപ്പോഴേക്കും എടോ സംഗീത അതൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ക്ലോസ് ആയി. ഓക്കെ. അപ്പൊ പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഡേ വരെ എത്തി നിൽക്കുന്നു. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു കോമ്പിനേഷൻ നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. 89.6 FM Sargakshetra. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. ഗിരീഷ് ഷേഡിയുടെ പടം ഫസ്റ്റില് വന്നപ്പോൾ തന്നെ എങ്ങനെ ഉണ്ടെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമുക്കറിയാം ഈവൻ ഗിരീഷ് ഷേഡി ഡയറക്ഷൻ കാണുമ്പോൾ തന്നെ അതിനകത്ത് ചിരിക്കാൻ മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ, ഒരു ലൈഫ് അതിനകത്ത് കാണാൻ പറ്റും. അപ്പം സംഗീതത്തിന് ഒരു ഫസ്റ്റ് കോൾ വന്നപ്പം എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും എക്സൈറ്റ്മെന്റും കൺഫ്യൂഷനും ഒക്കെ തന്നെയായിരുന്നു. കാരണം ആദ്യത്തെ കോളിൽ നമുക്ക് അറിയില്ല എന്താണ്, എത്രത്തോളം ഉള്ളതാണ്. സന്തോഷം തന്നെയായിരുന്നു. ഗിരീഷേട്ടനായിട്ടും ഇതുപോലെ ഞാൻ ശരണ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ശരണ്യയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. തണ്ണീർമത്തനില് വന്നിട്ട് ഞാൻ സ്പോർട്ട് എഡിറ്റർ ആയിരുന്നു.
അതല്ലാതെയും ഞാൻ ഭയങ്കരമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്തിരുന്ന, ഫോണിൽ സ്ഥിരമായിട്ടൊക്കെ വിളിച്ചിരുന്ന, നേരിട്ട് കണ്ടിട്ടുള്ള ആളായിരുന്നു ഗിരീഷേട്ടൻ. അപ്പൊ ഗിരീഷേട്ടന്റെ കോള് ഇതുപോലെ ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു ഗ്യാപ്പിന് ശേഷം ഗിരീഷേട്ടന്റെ കോള് വരികയും വിളിച്ചിട്ട് എടാ ഒരു ഓഡീഷൻ പരിപാടി ഉണ്ടെന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ചെല്ലുകയും ചെയ്യായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും വരുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് അറിയാത്ത ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നീട് പരിപാടി വയസ്സ് നമുക്ക് എന്തായാലും ഗിരീഷേട്ടന്റെ ആയതുകൊണ്ട് ഒന്നും നോക്കാതെ ചെയ്യാം അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവൻ ഗിരീഷേട്ടൻ നമുക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ഇവൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണെങ്കിലും ആസ് എ ഡയറക്ടർ അദ്ദേഹം ആ ഒരു ഫ്രണ്ട്ലിനെസ് തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടായിരുന്നത് അല്ലേ? അത് ഭയങ്കരമായിട്ട് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു? അല്ല, ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ ഞാൻ ആക്ടിങ് പാഷനേറ്റ് ആയിട്ട് വന്ന ആളല്ല. ഞാൻ എഡിറ്റിംഗ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് അതിന്റേതായിട്ടുള്ള കോൺഫിഡൻസ് കുറവ് ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ ഇത്രയും വലിയ റോളാണെന്നും ഇത്ര റെസ്പോൺസിബിൾ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഗിരീഷേട്ടനാണ്. കാരണം ഗിരീഷേട്ടൻ ഇതിനു മുമ്പ് ഒരു സീനിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോ പോലും നമ്മൾ എത്രത്തോളം കംഫർട്ട് ചെയ്തിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് പല പടങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടറാണ് ശരണ്യയിലെ ക്യാരക്ടറൊക്കെ. ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഐ മീൻ നമുക്ക് ചെയ്യുന്നതിനേക്കാൾ കാണുമ്പോ ഫൈനൽ ഔട്ട് കാണുമ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ രണ്ട് മൂന്ന് സീനുള്ളൂ, പക്ഷെ സ്റ്റിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ്. അപ്പൊ അത് ഗിരീഷേട്ടനായിട്ടുള്ള ഫ്രീഡം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സിനിമ ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ആൾക്കാര് ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഏറ്റവും വലിയ റീസൺ ഗിരീഷേട്ടനായിട്ടുള്ള കംഫർട്ട് തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും ഈ ഒരു എഡിറ്ററിനുള്ളിലെ ആക്ടറിനെ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? ആരാണ്? വിനീതേട്ടനാണ് ഏറ്റവും ആദ്യം ഫൈൻഡ് ചെയ്യുന്നത്. വിനീത് ശ്രീനിവാസൻ. വിനീതേട്ടൻ ഞാൻ തണ്ണീർമത്തലിലും ഹേലനിലും വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളുടെ മാനർസങ്ങൾ, ഞാൻ അപ്പൊ സ്പോർട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ പരിപാടികളും സംസാരവും ഒക്കെ കണ്ടിട്ടായിരിക്കണം. എന്തായാലും എന്റെ പെർഫോമൻസ് ഒന്നും കണ്ടിട്ടല്ല സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ഓഡീഷന് എല്ലാ പാഷനേറ്റ് ആക്ടേഴ്സിനെ പോലെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യോ ഹാർഡ് വർക്ക് ചെയ്യോ അല്ലെങ്കിൽ ഈവൻ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടല്ല ഇവരാരും സെലക്ട് ചെയ്തത്. നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അത് അഡാപ്റ്റബിൾ ആയതുകൊണ്ടായിരിക്കണം വിളിക്കുന്നത്. പിന്നെ ഗിരീഷേട്ടനാണെങ്കിലും ഞാൻ ഹൃദയം ചെയ്തിട്ട് അതിന്റെ ഔട്ട് കാണാതെയാണ് എന്നെ ശരണ്യയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ റിയൽ ലൈഫ് കണ്ടിട്ടോ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കണം. അപ്പം റിയൽ ലൈഫില് അമൽ ഡേവിസിന്റെ സ്വഭാവമൊക്കെ സംഗീതത്തിലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. എന്നോട് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നോട് റിലേറ്റബിൾ ആണ്, നമ്മള് റിയൽ ലൈഫിലുള്ള പോലെ ഇരിക്കുന്നുണ്ടെന്ന് പല ഫ്രണ്ട്സും സംസാരിച്ചായിരുന്നു. ഇതിനു മുമ്പുള്ള ക്യാരക്ടേഴ്സിൽ അത്രയും കേട്ടിട്ടില്ല. ഇപ്പൊ ഇതിനു മുമ്പ് ഹൃദയം ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും എടാ നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് ഐ മീൻ വേറൊരു ഞാൻ അത്രയ്ക്കും ലൗഡായിട്ടുള്ള ഒരാളല്ല, അത്ര അഗ്രഷനോ ലൗഡായിട്ടുള്ള ആളല്ല. അപ്പൊ എല്ലാരും പറയും ഓ ഇത് വേറെ പരിപാടിയാണല്ലോ എന്ന് പറയുന്നു. പക്ഷെ ഇത് വന്നിട്ട് എല്ലാവരും അല്ല കുറെ നമ്മളോട് എന്റെ ആ ഫേസ് കണ്ടിട്ടുള്ള കുറെ പേര് റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലോസ്ഡ് വൺസിനൊക്കെ മനസ്സിലായി ഇത് അമൽ ഡേവിസ് അല്ലെങ്കിൽ സംഗീതത്തിൽ ഒരു അമൽ ഡേവിസ് ഉണ്ട് എന്നുള്ളതല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് സംഗീതം എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അമൽ ഡേവിസ് എന്ന് തന്നെ കേട്ടോ വായിൽ വരുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങ് ഈ മുഖം ആലോചിക്കുമ്പോ തന്നെ അമൽ ഡേവിസ് എന്നൊരു ക്യാരക്ടറാണ് വരുന്നത്. ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. നമ്മൾ പറഞ്ഞു വന്നത് സംഗീതിന്റെ റിയൽ ലൈഫിൽ ഒരു അമൽ ഡേവിസ് ഉണ്ട് എന്നൊക്കെയാണ്. അപ്പം സംഗീതിന്റെ ഒരു ഇപ്പം സിനിമ ഫീൽഡിലായിക്കോട്ടെ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഒരു അമൽ ഡേവിസ് എന്ന പോലെയുള്ള ഒരു കൂട്ടുകാരന്മാരൊക്കെ കാണോ? ഉണ്ടോ? ഉണ്ടായിരിക്കണമല്ലോ. എനിക്ക് മനസ്സിലാവുന്നത് അതിപ്പോ ആളുകൾക്ക് റിലേറ്റബിൾ ആയത് എന്നിലും അമൽ ഡേവിസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളും അമൽ ഡേവിസ് ആയിരിക്കും. നമ്മളെല്ലാം ഭയങ്കര റിയൽ ക്യാരക്ടേഴ്സ് ആണ്. സച്ചിൻ ആണെങ്കിലും അമൽ ഡേവിസ് ആണെങ്കിലും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് റിലേറ്റബിൾ ആവുന്നതെന്നാണ് എനിക്ക് അത് റീഡ് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്തതിൽ അങ്ങനത്തെ ഒരു പരിപാടി വന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഇതായിരിക്കും. കാരണം നമുക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ കുറച്ചും കൂടി അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഒരു കൂട്ടുകാരനാവുമ്പോ സാധാരണ നമ്മൾ സിനിമകളിൽ കാണുന്നത് നായകൻ പറയുന്നത് കേട്ട് തലയാട്ടി ബൈക്കിന്റെ പുറകിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണോ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും കൊണ്ടും കൊടുത്തും ഒക്കെ നമ്മൾ പോകുന്ന റിയൽ ലൈഫ് തന്നെ ആയിരിക്കുമല്ലോ. അതെ പരിപാടി തന്നെ ആയതുകൊണ്ടായിരിക്കണം. യെസ്. അപ്പൊ എന്താ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നോക്കുവാണെങ്കിൽ സിനിമാ ഫീൽഡിൽ ഒരു അമൽ ഡേവിസ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആരായിരിക്കും? സംഗീത്
ഇങ്ങനെ ഒരാളായിട്ട് പറയാൻ പറയാൻ പറ്റില്ല. അതെ അതെ. ഇപ്പൊ നമ്മള് ഓരോരുത്തരുടെ അടുത്തും ഓരോ രീതിയിലത്തെ കാര്യങ്ങള്, ഓരോ പ്രശ്നങ്ങളാണ് ഷെയർ ചെയ്യാറ്. അപ്പൊ ചിലരുടെ അടുത്ത് പ്രൊഫഷണൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലരുടെ അടുത്ത് പേഴ്സണൽ ആയിരിക്കാം. ഞാൻ പറയുന്ന സിനിമയുടെ അകത്ത് തന്നെയുള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത്. അപ്പോ എല്ലാവരിലും അമൽ ഡേവിസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓരോരുത്തരും ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. ആ ഒരു കോമ്പിനേഷൻ എല്ലാവരിലും ഉണ്ട് അല്ലേ? ഓക്കെ. മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീതേടനാണ് എഡിറ്ററിനുള്ളിലെ ആക്ടറിനെ കണ്ടുപിടിച്ചത് എന്നുള്ളത്. ആൻഡ് നമ്മള് ഇപ്പം സംഗീതാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ശേഷം വിനീതേട്ടൻ വിളിച്ചു പറഞ്ഞു ഹൃദയത്തിന്റെ സ്പൂഫിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ആക്ടറിനെ കണ്ടുപിടിച്ച ആള് പിന്നീട് ഒരു സിനിമ കണ്ടിട്ട് എടാ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി വിനീതേട്ടൻ പടം കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു. നമ്മുടെ ടീമിലുള്ള ഹൃദയം ടീമിലുള്ള എല്ലാവരും വിളിച്ച് പറഞ്ഞതിന് ശേഷം പടം കാണുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ തന്നെ വിളിച്ചായിരുന്നു. പിന്നെ വിളിക്കുന്നത് മിനിഞ്ഞാന്നാണ്. അപ്പോ വിനീതേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പടം കണ്ട് നമ്മളുടെ എന്ന് വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് തന്നെ, ഫോണിൽ വിളിക്കുന്നത് തന്നെ. അപ്പോ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഓരോ കോമഡികൾ പറഞ്ഞു, ക്ലൈമാക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും എക്സൈറ്റഡ് ആയിട്ട് വിനീതേട്ടൻ പറഞ്ഞായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വർക്കായി എന്നൊക്കെ പറഞ്ഞ എന്നെ വിളിച്ചു. ഗിരീഷേട്ടനെയും നസ്ലിനെയൊക്കെ വിളിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് കോളേഴ്സ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്. അതിൽ വൺ ഓഫ് ദ സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും, ആരുടേതായിരിക്കും? എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോള് ഫാസിൽ സാറിന്റെ ആയിരുന്നു. അപ്പൊ ഫാസിൽ സാറ് വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാസിൽ സാർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇമോഷണൽ ആയി പോകുന്ന പരിപാടികളായിരുന്നു. പിന്നെ അതല്ലാതെ ഒന്ന് രണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് വിളിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. ഒരു ചേച്ചി, ഒരു 9ാമത്തെ മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമൊക്കെ പറഞ്ഞു. അതായത് ഹസ്ബൻഡിനോട് പടം കണ്ടു കഴിഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞു അമൽ ഡേവിസ് സച്ചിനെ നോക്കണ പോലെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഭയങ്കര റിയൽ ആയിട്ട് അവര് ഭയങ്കര ജെന്യൂൻ ആയിട്ട് അവര് പറഞ്ഞതൊക്കെ. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഈ ട്രോളുകളൊക്കെ കണ്ടപ്പോ ഞാൻ ചിരിച്ചു, യൂത്ത് ആളുകൾക്ക്, പിള്ളേർക്കൊക്കെ വർക്കായിട്ടുണ്ട് പരിപാടി എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ അവരപ്പോ ആ ട്രോള് കണ്ടിട്ടുണ്ടാവണം. എങ്കിൽ കൂടി ആ ട്രോളിന് അങ്ങനത്തെ ഒരു പെർസ്പെക്ടീവ് അവർക്ക് പെട്ടെന്ന് തോന്നിയപ്പോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും കണക്ട് ആയി എന്നുള്ള പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇവൻ അതാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രേമലോ ടീം ഫുള്ള് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന്റെ സക്സസ് ഇങ്ങനെ എന്താ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയണതായിട്ടുണ്ട്. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. ഒരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം ഗിരീഷേട്ടന്റെ സിനിമ എന്ന് പറയുമ്പോൾ പല ഇന്റർവ്യൂസ് ആണെങ്കിലും അമിതയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്യാമറ ഓൺ ആയിരിക്കും പക്ഷെ നമ്മുടെ മൊമെന്റ്സ് അവർ വീഡിയോ ക്യാപ്ചർ ചെയ്യുവാണെന്ന് അറിയത്തില്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഫിലിമില്? ലാസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ അറിയാണ്ട് ക്യാപ്ചർ ചെയ്തെങ്കിലും മൊമെന്റ്സ് ഈ ഒരു പ്രേമലുവിനകത്ത് കാണാനുണ്ടോ? അങ്ങനെ ഭയങ്കര കാൻഡിഡ് പരിപാടികൾ അങ്ങനെ കുറവായിരുന്നു. കൂടുതലും ഞങ്ങൾ ആ ഡ്രൈവിംഗ് സോങ് ഉണ്ട്, മിനി കൂപ്പർ സോങ് ആയിരുന്നു കൂടുതലും അങ്ങനെ. അത് പക്ഷെ അപ്പോഴും നമ്മളോട് ക്യാമറ ഉണ്ടെന്ന് അറിയാം എന്നല്ലാതെ നമ്മളോട് ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്ത ട്രാവൽ അങ്ങോട്ട് മുമ്പോട്ട് പോയി എന്നുള്ള പരിപാടിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ആ ട്രാവലിനെ കുറിച്ച് തന്നെ പറയുവാണെങ്കിലേ പറഞ്ഞു കേട്ടു ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം എന്താ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതെങ്ങനെയായിരുന്നു ഫസ്റ്റില് തന്നെ മിനി കൂപ്പറിലെ ഓടിക്കാനായിട്ട് പറ്റിയ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ആക്ച്വലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ. ആകെ എനിക്ക് പടം ഞാൻ സെലക്ടഡ് ആയിന്ന് ഏകദേശം പറഞ്ഞതിന്റെ ഒരു ഹിന്റ് തന്നെ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോ ഞാൻ ആക്ച്വലി ഒരു ഫ്രണ്ട് ജർമ്മനിന്ന് വന്നിട്ടുണ്ടായിരുന്നു 10 ദിവസം ലീവിന്. അവനെ പിടിച്ചോണ്ട് പോയിട്ട് രാത്രി കാലങ്ങളില് വണ്ടി, അതുവരെ 2 വർഷം മുമ്പ് വാങ്ങിയ കാറ് വീട്ടില് വേറെ ആൾക്കാരായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്, അത്യാവശ്യം വന്നാൽ മാത്രം. അപ്പൊ ആ കാറൊക്കെ എടുത്ത് ഡ്രൈവിംഗ് പഠിച്ച്, പക്ഷെ രാത്രി ഓടിക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഒരു കുറെ വർഷങ്ങൾ മുമ്പ് എടുത്തതാണ്. അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ഓർത്ത ഈസി പരിപാടിയാണ്. പക്ഷെ സംഭവം ഒരു തിരക്കുള്ള റോട്ടിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കുള്ളൂ അതിന്റെ ഒരു യഥാർത്ഥ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അതും ഹൈദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര അടിപൊളിയായിട്ട് അവര് ഓടിക്കുന്നത്. അവർക്ക് അവരുടെ ജീവനിൽ തന്നെ വലിയ കൊതിയില്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മളെപ്പോലുള്ളവരും കൂടി അതിന്റെ ഇടയിലേക്ക് ഓടിക്കാൻ ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങള് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കുറെ. പക്ഷെ ക്യാമറയൊക്കെ ഫ്രണ്ടിലൊക്കെ നിന്നപ്പോ അതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പൊ മമിത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതേട്ടനെ സമ്മതിക്കണം, ക്യാമറയ്ക്ക് ഇങ്ങനെ മുന്നിൽ വെച്ച് ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ല ടെക്നിക്കലി നമ്മൾ നോർമൽ ഡ്രൈവിംഗ് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇത്രയും പൈസ ഉള്ള ക്യാമറ അറ്റാച്ച്ഡ് ആണ്. അതല്ലാതെ നമ്മുടെ ഓപ്പോസിറ്റ് വേറെ വണ്ടികള്, ഇപ്പൊ എന്താ പറയുക, ഇതിന്റെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള വണ്ടികള്, കൂടെ 3 സൂപ്പർ സ്റ്റാറുകൾ ഇരിക്കുന്നു, മമിത, നെസ്ലിൻ, മാത്യു. അപ്പൊ ഇത്രയും റിസ്കുകൾ ഒരേ സമയം 360 ഡിഗ്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ഓടിക്കേണ്ടി വരും. ഇതിന്റെ കൂടെ ഡ്രൈവിംഗും പ്രോപ്പർ അല്ല എന്ന് പറയുമ്പോൾ ഉള്ള കോമ്പിനേഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആ ഒരു ഫൈനൽ ഫൈറ്റ് സീനൊക്കെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ആദ്യ ടീമൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു? ഭയങ്കര ഫാസ്റ്റിലല്ലേ പോകുന്നത്, അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി അങ്ങനെ ഒരു ഷോട്ട് നമ്മൾ അതിന് മുമ്പത്തെ കുറച്ച് ദിവസം ആ മിനി കൂപ്പർ സോങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഏകദേശം ഞാൻ സെറ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാം അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷെ ചേസിലേക്ക് എത്തിയുമ്പോഴേക്കും നമ്മള് പെർഫെക്റ്റ്ലി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കാരണം ഓപ്പോസിറ്റ് ക്യാമറ വിത്ത് എക്യുപ്മെന്റ് ഹൈ സ്പീഡിൽ വരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ച് ആ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ട് തന്നെ അത് ഓടിക്കേണ്ട അവസ്ഥകൾ വന്നിരുന്നു. അപ്പൊ മമിത, നസ്ലിൻ അവരൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സംഗീത് ഇവൻ അവർക്ക് അറിയാമല്ലോ, ഇപ്പം ചേട്ടനെ കൊണ്ട് പറ്റും എന്നൊക്കെ ഒരു കട്ട സപ്പോർട്ട് ആയിരിക്കണമല്ലോ അവര്. ഒരു റിയൽ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഫ്രണ്ട്സ്, ജോയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ പറയോ? നോക്കി ഓടിക്കോളും മനുഷ്യനെ കൊല്ലാണ്ട് പറയുന്ന ആ റേഞ്ചിൽ തന്നെയാണ് അവർക്കും റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു സേഫ് ഫീലിംഗ് കിട്ടും. അവര് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരിക്കും അവരുടെ ഉള്ളിലെ പേടി അവര് പുറത്ത് കാണിക്കില്ല എന്നുള്ളതായിരിക്കുള്ളൂ. നമ്മളാണെങ്കിലും കൂടെ ഉള്ള ആൾക്ക് പേടിയാണെന്ന് പറയാൻ നമ്മളെ പേടി അറിയത്തില്ല, കാരണം നമ്മുടെ ടെൻഷൻ കൂടെ അവർക്ക് പോവുമല്ലോ. അതുകൊണ്ട് പറ്റും, യെസ് യു ക്യാൻ, നിസ്സാരം എന്നൊക്കെ പറഞ്ഞായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നത്. മോട്ടിവേഷൻ അങ്ങനെ വാക്കുകൾ ഞങ്ങളങ്ങനെ മറ്റേ ഫേക്ക് മോട്ടിവേഷൻ കഴിഞ്ഞാൽ പിടിക്കും പെട്ടെന്ന്. കൂടെ ഞാനൊക്കെ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഇവന്മാര് ഭയങ്കര റിയൽ ആയിട്ട് പേടിയില്ലാത്ത പോലെ അഭിനയിച്ചിരിക്കും. പിന്നെ പറയും, ഇപ്പൊ ടെക്നിക്കലി പറഞ്ഞു തരും, എവിടെ ഗിയർ ഷിഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന് പറയുന്ന ആ സപ്പോർട്ട് കിട്ടുമ്പോ തന്നെ നമ്മളും ഓക്കെ, നമുക്കറിയാം, ടെക്നിക്കലി അറിയാം. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ടും പേടിയൊക്കെ ഇരിക്കും. അപ്പൊ അത് ഒരാൾ സൈഡിൽ ഇങ്ങനെ ഒരു 3 മാറി മാറി പറയുമായിരുന്നു. അപ്പൊ ഏകദേശം സെറ്റ് ആവുമായിരുന്നു. പിന്നെ അതാ ഒരു ഷോട്ട് എടുത്തോടുകൂടിയൊക്കെ തന്നെ സെറ്റ് ആയി. അവസാനം ഒന്ന് ഡ്രൈവിംഗ് ഭയങ്കര പ്രോപ്പറായി. ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതാണ് പവർ. അതാണ് പ്രേമലുവിന്റെ പവർ. അങ്ങ് ഇങ്ങ് എവിടെ ഏതൊക്കെ ഡയമെൻഷൻസ് നോക്കിയാലും ലൈക്ക് ഒരു ബ്രേക്കായി മാറി കഴിഞ്ഞിരിക്കുന്നു സംഗീത് പ്രതാപ് എന്ന ആക്ടർ എഡിറ്ററിന്റെ ലൈഫിൽ, അല്ലേ? അതെ അതെ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. അപ്പൊ എഡിറ്ററിൽ നിന്ന് ആക്ടറിലേക്ക് വന്നു. നമുക്കേ ഹൃദയത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഹൃദയത്തിനകത്ത് എന്താടാ കിണിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കൊരു ദേഷ്യം തോന്നുന്ന ഒരു സംഭവമാണ് അതിനകത്ത്. അതിൽ നിന്ന് നമ്മുടെ സ്വന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ വിസ. അപ്പം അതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നു? ഇവൻ അന്തക്കാലവും ഇന്തക്കാലവും തമ്മിലൊന്ന് നോക്കുമ്പോൾ ഇനി ഡിഫറൻസ് ഉണ്ടോ? ആളുകളുടെ ഒരു അഭിപ്രായം, ആളുകളുടെ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട് ഉറപ്പായിട്ടും. കാരണം അന്ന് നമ്മള് അത് വേറൊന്നും കൊണ്ടല്ല, ക്യാരക്ടർ ഉണ്ടാവും, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു അതൊരു സ്ക്രീൻ സ്പേസ് പരമായിട്ടൊക്കെ ഭയങ്കര കുറവുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിൽ തന്നെ വളരെ കുറച്ച് സീനുകളിലായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, പോകുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു. പക്ഷെ ഇതിലേക്ക് എത്തുമ്പോഴേക്കും ആക്ച്വലി ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട്. ത്രൂ ഔട്ട് നമ്മളെ കണ്ട് നമ്മളോടൊപ്പം ട്രാവൽ ചെയ്ത്. അപ്പൊ എനിക്കത് ഭയങ്കര ബിഫോർ റിലീസ് ഒക്കെ ഭയങ്കര ഡൗട്ട് ആയിരുന്നു. കാരണം എന്റെ ആണെങ്കിലും ഷാമിന്റെ ഒക്കെ ഏരിയ ആണെങ്കിലും, അതായത് JK അവന്റെ ഏരിയ ഒക്കെ ആദ്യയുടെ ഏരിയ ഒക്കെ ആണെങ്കിലും നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ ചില സീനുകളൊക്കെ നമ്മൾക്കും കുറെ ഡയലോഗ്സും പരിപാടി, ചിലതല്ല കുറെ സീൻസിൽ ഈക്വലി ഡയലോഗ്സും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്ക് അത് വർക്ക് ആവുന്ന കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ട്. അതനുസരിച്ച് ഭയങ്കര റെസ്പോൺസ് ഡിഫറൻസും ഉണ്ട് കേട്ടോ. പണ്ട് ഉണ്ടായിരുന്നതിൽ നിന്ന് ജീവിതത്തിലും ഭയങ്കര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ ദേവരാഗം 2.0 എല്ലാരും സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ കാരണം പല ട്രോൾസ് വരുന്നുണ്ട്. കല്യാണരാമൻ എന്ന മലയാള സിനിമ, അതിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കല്യാണം വൈബ് എൻജോയ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പ്രേമലുവിലെ കല്യാണം വൈബാണ് നമ്മളിപ്പം ആ ഒരു നൈറ്റ് എൻജോയ് ചെയ്തോണ്ടിരിക്കും. ഇപ്പം അതിനകത്ത് ചില ആക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, ചിരിച്ച് നമ്മളെല്ലാം ഇല്ലാണ്ടായി പോയ ഒരു സീനാണ് നമ്മുടെ ആ ഒരു കല്യാണം നൈറ്റ് ആ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചില മൈന്യൂട്ട് ആക്ഷൻസ്, നിങ്ങളെ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ കൊറിയോഗ്രാഫിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നതാണോ അതോ നിങ്ങളെ കയ്യിൽ നിന്ന് ഇട്ട സാധനമാണോ? എങ്ങനെയാണോ അതൊക്കെ? അല്ല, കൊറിയോഗ്രാഫിക്കില് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ആയിരുന്നു ചെയ്തത്. അപ്പൊ അവര് ആക്ച്വലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത് സ്റ്റേജിലെ പെർഫോമൻസിലായിരുന്നു. നമ്മളുടെ പരിപാടി എന്താ, അവിടെ ഞങ്ങൾ ഉണ്ടെന്ന് പോലും ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഗിരീഷന്റെ കമാൻഡുകൾ ഉണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾക്ക് ഡാൻസ് പരമായിട്ടുള്ള കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന് 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്. ആ സോങ് സീക്വൻസ് മൊത്തം കൊറിയോഗ്രാഫ്ഡ് മൂവ്മെന്റ്സും
സ്റ്റെപ്പുകളൊക്കെ ആയതുകൊണ്ട് കല്യാണം അതും രാത്രി മാത്രമാണ് ഷൂട്ട്. അതായത് ആദ്യത്തെ 2 ദിവസം അവരുടെയിലായിരുന്നു ഫോക്കസ് കൂടുതലും. ഓക്കെ. അപ്പോഴേക്കും നമ്മൾക്ക് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെ ഇൻപുട്ട് ആയിരുന്നു അത്? അത് ആക്ച്വലി അങ്ങനെ ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 ദിവസം കിട്ടിയപ്പോ ഞങ്ങളെല്ലാത്തിനും ഒരു കൊറിയോഗ്രാഫി, അതായത് ഒന്നുമില്ല, അവരുടെ പരിപാടി നമ്മൾ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു കൂടുതൽ. അവര് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഒരു ഡാൻസ് ഫോം ചെയ്യുമ്പോ നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടാവുന്ന ഇമോഷൻ വെച്ചിട്ട് ആ സ്റ്റെപ്പുകൾ കാണിക്കുക, സെയിം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഞങ്ങൾ ഇട്ട് നോക്കിയതാ ആക്ച്വലി. ഭയങ്കര വർക്കായിട്ട് ഗിരീഷേട്ടൻ ആക്ച്വലി മൈക്കിൽ ചിരിക്കുന്നത് ഞങ്ങൾ ദൂരെ നിന്ന് കേട്ടോ. ഓക്കെ. അത് ഭയങ്കരമായിട്ട് ഇവൻ ആ ഒരു സമയത്ത് ഇവൻ അവരുടെ പെർഫോമൻസ് അവിടെ കണ്ണന്റെ രാധയുടെയും പെർഫോമൻസ് അവിടെ നടക്കുന്നു. ഇപ്പഴത്തെ സച്ചിന്റെ അമൽ ഡേവിസിന്റെയും ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്നത്. വൻ രസമായിരുന്നു കേട്ടോ അതൊക്കെ. അതപ്പോ ഈ പറഞ്ഞ അത് വർക്കാകുമ്പോ എല്ലാവരും കണ്ടോണ്ടിരുന്നവര് മൊത്തം ഓഡിയൻസിൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് സമ്മതിക്കോ, കാരണം സ്ക്രിപ്റ്റ് വൈസ് ഞങ്ങൾ രണ്ടുപേരും പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇപ്പൊ നമുക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഡാൻസ് കാണുമ്പോഴേ അതിനെ ഒന്ന് കളിയാക്കുക അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് പോവുക, അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ സംഗീതിന്റേതായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വേറെ ഉണ്ടോ? ആക്ച്വലി ഒരു 95% സ്ക്രിപ്റ്റഡ് ആണ് അതില് ഉള്ള എല്ലാ ഡയലോഗ്സ് ആണെങ്കിലും. അപ്പൊ അതിലെങ്ങനെ നമ്മളൊരു ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നു, റിയാക്ഷൻസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കൂടുതൽ നമ്മളുടെ ഇൻപുട്സ് വരുന്നത്. അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഡയലോഗ് വൈസ് ഒക്കെ ഇംപ്രവൈസേഷൻ വളരെ ചെറുത് ഏതൊക്കെയോ ഉണ്ടായിരുന്നു, വളരെ കുറച്ച്, ഞാനിപ്പോ ഇങ്ങനെ ഓർക്കുന്നില്ല. പിന്നെ കൂടുതലും ഗിരീഷേട്ടൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സീനിൽ എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുമോ, റിയാക്ഷൻ വൈസോ അല്ലെങ്കിൽ ഡയലോഗ് വൈസോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പറ്റുമോ നോക്കും. അപ്പൊ ഗിരീഷേട്ടന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്യും. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഗിരീഷേട്ടൻ തന്നെ പല സീക്വൻസസിലും വന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇപ്പൊ ആക്ച്വലി അതിനകത്ത് CBSE പരിപാടിയൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല, പിന്നെ കയറിയതാണ്. പിന്നെ കുണുവാവ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല, ഗിരീഷേട്ടൻ പിന്നീട് വന്ന് പറഞ്ഞതാണ്. കുണുവാവയ്ക്കും നമ്മള് CBSEക്കൊക്കെ കിട്ടിയ കൈയിടി എന്ന് പറഞ്ഞത് വേറെ ലെവലായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാരും ഒരു ഒട്ടും അൺഎക്സ്പെക്ടഡ് ആണല്ലോ ഇതൊക്കെ വരുന്നത്. ഈവൻ ഹൃദയത്തിന്റെ സ്പൂഫിലേക്ക് വരുവാണെങ്കിലേ എങ്ങനെ ഉണ്ടായിരുന്നില്ല. അതായത് ഇതുണ്ട്, സീക്രട്ട് ചേംബർ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കണ്ണിന്റെ പരിപാടി ഗിരീഷേട്ടനാണ് വന്ന് പറയുന്നത്. അത് ചെയ്തപ്പോഴേ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, കാരണം നമ്മൾ അഭിനയിച്ച സിനിമ കൂടെയാണ്. അപ്പം പിന്നീട് എങ്ങനെയായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് എങ്ങനെ അത് വിനീതേട്ടന്റെ, ഞാൻ പല ഇന്റർവ്യൂസിലും വിനീതേട്ടന്റെ ഈ പറഞ്ഞ ഓരോ ട്രോളുകൾ വിനീതേട്ടനെ തന്നെ ട്രോൾ ചെയ്യുന്നതൊക്കെ വിനീതേട്ടൻ എൻജോയ് ചെയ്യുന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ സാധാരണ നമുക്ക് നോർമൽ ചില ആൾക്കാരുടെ അടുത്ത് സ്പൂഫ് കാണിക്കുമ്പോൾ നമുക്ക് പേടിയായിരിക്കും, അയ്യോ അവരിനി നമ്മളോടുള്ള വേറൊരു അവസ്ഥയിലേക്ക് ആവും. പക്ഷെ വിനീതന്റെ കേസിൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര വിനീതേട്ടൻ ആ ഒരു പരിപാടി ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഭയങ്കര. വിനീതേട്ടൻ എന്ത് പറഞ്ഞു? ഹൃദയത്തിന്റെ സ്പൂഫ് ഒക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എന്ത് പറഞ്ഞു? അടിപൊളിയായിരുന്നു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് തന്നെ അതൊക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ തന്നെയാണല്ലോ ചെയ്ത കണ്ടിട്ട് സാധനമൊക്കെ. അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. നമ്മളിങ്ങനെ പ്രേമലുവിന്റെ വിശേഷം കേൾക്കുമ്പോഴേ ആ സിനിമ ഫുൾ ഇങ്ങനെ കാണുന്ന ഒരു ഇതിനാണ്. ഇപ്പം സംഗീതത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റാം. അതിന്റെ അടുത്ത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എഡിറ്റർ കൂടെയാണ്. അതിന്റെ ലേറ്റസ്റ്റ് ഈ ഒരു എഡിറ്റിംഗ് മേഖലയിൽ എങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നത് കുറേ സിനിമകൾ, ഇവൻ ലിറ്റിൽ റാവുത്തർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ വരാൻ പോകുന്നത് ജയ് ഗണേഷ് ആണെന്ന് നമ്മളിങ്ങനെ കേട്ടു. ഉണ്ണിമുകുന്ദന്റെ സ്വന്തം ജയ് ഗണേഷ്, അതിന്റെ എവിടെയായി എഡിറ്റിംഗ് ഒക്കെ? എഡിറ്റിംഗ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. മൂവിയുടെ ഫൈനൽ കട്ട് കംപ്ലീറ്റഡ് ആയി. ഇപ്പോ മറ്റു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് നടക്കുകയാണ്. മ്യൂസിക് ആയാലും അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ആയാലും മറ്റു വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുക, കളർ ഗ്രേഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ April 11 ആണ് റിലീസ് ഉണ്ടാവുന്നത്. അതിന്റെ ഓൾമോസ്റ്റ് എന്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പൊ എനിക്കിനി കോർഡിനേഷനും പരിപാടീസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നടന്നു പോകുന്നുണ്ട്. അപ്പം സംഗീത കൂടുതൽ ഇനി എഡിറ്റിംഗിൽ തന്നെയും അതുപോലെ തന്നെ ആക്ടിങ്ങിലും ഒരേപോലെ നിൽക്കുമോ, അതോ ഏതിലായിരിക്കും ഒരു മുൻതൂക്കം കൊടുക്കാനായിട്ട് പോകുന്നത്? ഞങ്ങൾക്ക് അമൽ ഡേവിസിനെ പോലുള്ള ഒരാളെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും. അങ്ങനെ ഒരു മുൻതൂക്കം, അങ്ങനത്തെ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും നല്ല ബാലൻസിൽ ഏറ്റവും കുറവ് നമ്പറിൽ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്.
വെരി ജെനുവിൻലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമലുവിന് മുമ്പ് നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്യണം, എങ്ങനെയെങ്കിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ടാക്കണം, നല്ല വർക്കുകൾ ഉണ്ടാക്കണം എന്നുള്ള. ഇപ്പൊ അങ്ങനെ ഒരു മാർക്ക് പ്രേക്ഷകരായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്നതിന് ശേഷം ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിച്ച് അവരോട് റെസ്പോൺസിബിൾ ആയിട്ട് നല്ല വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം, നമ്പേഴ്സ് കുറച്ചിട്ട്. അങ്ങനെ ഒരു ആഗ്രഹം നടക്കട്ടെ. അതോടൊപ്പം തന്നെ ചോദിക്കല്ലേ, നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിനകത്തെ ജഗദീഷ് ചേട്ടനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്, ഒരു മിമിക്രി. അപ്പം റിയൽ ലൈഫിലെ സംഗീത മിമിക്രി ആരുടെയൊക്കെ ചെയ്യും, എങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ആക്ച്വലി മിമിക്രി ചെയ്തിരുന്നു. ഞാൻ +1 +2 ഒക്കെ +1 ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അടിപൊളി. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ആയിരുന്നു, സ്റ്റേറ്റിൽ മത്സരിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു, പിന്നീട് അങ്ങോട്ട് നിർത്തിയായിരുന്നു. അപ്പൊ അന്നക്കാലം മുതൽ ഒരു ആക്ടർ ഉണ്ടായിരുന്നു ഉള്ളില്, വേണ്ടാന്ന് വെച്ചു. പിന്നീട് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത് അഭിനയിക്കുകയും ചെയ്ത് അതിൽ അഭിനയമൊക്കെ കണ്ടതോടുകൂടി വേണ്ടെന്ന് വെച്ചാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല സജിയെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാലൊക്കെ കൂടും എന്നിപ്പോ തെളിയിച്ച് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. ഇനി അടുത്തതേ ഇപ്പൊ ചോദിക്കാനുള്ളത് കുറേയേറെ കാര്യങ്ങൾ. ഇപ്പം വിശേഷങ്ങൾ ഇങ്ങനെ പ്രേമലു വിശേഷങ്ങൾ ചോദിച്ചിട്ടും തീരുന്നില്ല എനിക്ക് കേട്ടോ. അതിന്റെ ലാസ്റ്റ് ഒന്ന് പോവാണെങ്കിൽ കുണുവാവയിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയാലോ. കുണുവാവയിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല, നമുക്കറിയാലോ, നമുക്ക് ആ സീക്വൻസസ് നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുന്നതോടുകൂടി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പരിപാടി വർക്കാവണം, ആ 2 സീക്വൻസും വർക്കാവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് കുണുവാവ എന്നുള്ള ചോദ്യമൊക്കെ വന്നോ സംഗീത്? ഒരുപാട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്റേഴ്സിലൊക്കെ വിസിറ്റിന് ചെന്നപ്പോ ഏറ്റവും കൂടുതൽ കുണുവാവ് എന്തേ എന്നാണ് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കമന്റ് സെക്ഷൻസിലൊക്കെ കുണുവാവ് എവിടെ എന്ന് വെച്ചാൽ, പിന്നെ ഈ പറഞ്ഞ സമ്മറിൻ ബത്ലഹേമില് ജയറാമിന്റെ ആ പൂച്ചക്കുട്ടിയുടെ ആളെ കിട്ടാത്ത പോലെ ഇനി ഇതും എന്നൊക്കെ പറയാം. പക്ഷെ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഓൾറെഡി ഉണ്ടല്ലോ. അതായത് അമൽ ഡേവിസിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടേ. നമുക്ക് ഈ ഒരു IIT പഠിക്കുന്ന ഒരു കുണുവാവനെ എങ്ങനെ അമൽ ഡേവിസിന് കിട്ടി? ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു, എങ്ങനെ അമൽ ഡേവിസ് ഇങ്ങനെ പഠിക്കാനായിട്ട് പോകുന്നു, കുണുവാവ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, എങ്ങനെ അമൽ ഡേവിസിന് കിട്ടി? അല്ല, അമൽ ഡേവിസിന് ആക്ച്വലി ഇപ്പോ എന്റെ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോൾ ഗിരീഷ് ഏട്ടൻ പറഞ്ഞിരുന്നത് അമൽ ഡേവിസ് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആണ് സച്ചിന്റെ ലൈഫിൽ നിന്ന്. കുറച്ച് റിച്ച് ആണ്, അല്ലെങ്കിൽ ആള് കുറച്ചും കൂടി ഇന്റലിജന്റ് ആണ്, എല്ലാത്തിനും അതെ, അവന്റെ കാര്യങ്ങളിൽ പ്രീഒക്യുപ്പൈഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നതൊക്കെ. അപ്പൊ അതായത് ഇവന്മാരുടേതായിട്ടുള്ള വെള്ളമടിയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അലമ്പുകളാണെങ്കിലും ഉണ്ടെങ്കിലും ആള് സൈഡിൽ കൂടി പ്രിപ്പറേഷൻ. ഇപ്പൊ സച്ചിൻ വന്ന് ആ ഇമോഷണൽ ആവുന്ന സീക്വൻസിൽ പോലും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പാരലി നടക്കുന്നുണ്ട്, നമ്മൾ ആ സൈഡിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. ആള് അങ്ങനെ, കാരണം സച്ചിൻ വന്ന കാര്യങ്ങളൊക്കെ മാറ്റി പിന്നീട് പല ജോലിയിലേക്കൊക്കെ പോകുമ്പോഴും ഇവൻ ഗേറ്റ് കോച്ചിങ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പ്രേമലു എന്ന് പറഞ്ഞതേ ഒരു സ്ട്രെസ് ബസ്റ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സംഗീതം ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് സിനിമയായിരിക്കും സംഗീതം ചൂസ് ചെയ്യുക? അങ്ങനെ ഇല്ല, ഞാൻ ഒരുപാട് എല്ലാ ജോണറിലെ മൂവീസ് കാണും. എനിക്ക് സിനിമ കാണുമ്പോ ഉറപ്പായിട്ടും ഒരു വേറൊരു നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുന്ന അവസ്ഥയാണ്. അതിന് പിന്നെ ജോണർന്നൊന്നുമില്ല. നല്ല സിനിമ കാണുമ്പോഴായിരിക്കും റിലാക്സ്ഡ് ആവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളും കാണലുണ്ട്. ലക്ലി നല്ല സിനിമകൾ കാണുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സന്തോഷം കിട്ടും എന്നുള്ളത് മാത്രം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ ജോയോടൊപ്പം നടൻ സംഗീത് പ്രതാപ്. ഇപ്പൊ പ്രേമലുവിനെ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേമലുവിന്റെ തെലുഗു വരാനായിട്ട് പോകുന്നു. SS കാർത്തികേയന റിലീസിലാണ് വരുന്നത്. അപ്പം അതിനൊരു എക്സ്പീരിയൻസ് എങ്ങനെ, ഡബിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? March 8 റിലീസ് എന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു അപ്ഡേറ്റ് എന്തായി? അല്ല, അതിന്റെ അപ്ഡേറ്റ്സ് പരിപാടി ഓണാണ്. ഞങ്ങളിപ്പോ ഇന്ന് ഞാനും മമ്മിതൊക്കെ ആയിട്ട് പിന്നെ ക്രൂ ആയിട്ട് നമ്മള് ഹൈദരാബാദ് പോവാണ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നായിരിക്കും പോകുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും അമൽ ഡേവിസ് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ പതിഞ്ഞു കിടക്കുവാണ്. അപ്പൊ അതുപോലെ ഇനിയും നമ്മുടെ മലയാള മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ സംഗീത്. ഓക്കെ, എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന്. ഓക്കെ, നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? ഒന്ന് എന്തെങ്കിലും അമൽ ഡേവിസിൽ നിന്ന്, സംഗീതിൽ നിന്ന്? ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം
പടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട്, ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നാലാണ് ഈ സ്നേഹം നിലനിൽക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ അത് നടക്കട്ടെ. അവസാനമായിട്ട് ഇപ്പൊ പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. പടമാണ് അമൽ ഡേവിസിനുള്ള ഒരു ഇഷ്ടം കൂട്ടിയത്. ഈ അമൽ ഡേവിസ് എന്ന് പറയുന്നതല്ലാണ്ട് സംഗീത് പ്രതാപിനെ കുറിച്ചൊന്ന് പറയുവാണെങ്കിൽ ആരാണ് സംഗീത് പ്രതാപ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് വീട്, അതുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓ ഷുവർ. എന്റെ പേര് സംഗീത് പ്രതാപ് എന്നാണ്. അച്ഛൻ, അമ്മ, വൈഫ് ഉണ്ട്. അവളുടെ പേര് ആൻസി എന്നാണ്. അച്ഛന്റെ പേര് പ്രതാപ്, അമ്മ ആനി. അപ്പൊ ഇവര് മൂന്നുപേരാണ് ഫാമിലി. ഞാൻ എറണാകുളം തന്നെയാണ്, വൈപ്പിൻ ചെറായാണ് സ്ഥലം. ഓക്കെ, അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ അന്വേഷണം പറയാ. കട്ട സപ്പോർട്ടായിട്ട് വീട്ടുകാരും ഉണ്ട്, ഞങ്ങളും ഉണ്ട് കേട്ടോ. ഓ അടിപൊളി, താങ്ക് യു സോ മച്ച് അമൽ ഡേവിസ് ആൻഡ് സംഗീത് ഓൾസോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഓക്കെ ജോ, താങ്ക് യു സോ മച്ച്. ബൈ. 89.6 FM Sarkar Kshetra.